ഹലോ ഗായ്സ്, എല്ലാവർക്കും SRZ ബ്ലോഗിലേക്ക് സ്വാഗതം. ഇന്ന് എന്റെ വീട്ടിലെ ടെറസിലെ ചെറുനാരങ്ങയെ കുറിച്ച് പറയാം. ഒത്തിരി പേര് നട്ടു വളർത്തേണ്ട ചെടിയാണ് ചെറുനാരകം. ഒരു ചെടി വീട്ടിലുണ്ടെങ്കിൽ പിന്നെ ആവശ്യത്തിനുള്ള ചെറുനാരങ്ങ അതിൽ നിന്ന് തന്നെ കിട്ടുന്നു. ഒത്തിരി പേരുടെ പ്രശ്നമാണ് ഒരു ചെറുനാരകം വാങ്ങിച്ചു വെച്ചാൽ അതിൽ പൂക്കളും കായ്കളും ഉണ്ടാവില്ല എന്നത്. പക്ഷെ അതിൽ പൂക്കൾ ഉണ്ടായാൽ തന്നെ അത് കൊഴിഞ്ഞു പോകലാണ് പതിവ്. പക്ഷെ ഞങ്ങൾ ചെയ്യുന്നത് പോലെ ചെറുനാരങ്ങ നട്ടു കഴിഞ്ഞാൽ എല്ലാവരുടെയും കായ്ക്കും. അതുകൊണ്ട് തന്നെ ചെറുനാരകം കൃഷി ചെയ്യുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ്. ചെടികൾ തിരഞ്ഞെടുക്കുമ്പോൾ നല്ല വെറൈറ്റി തന്നെ തിരഞ്ഞെടുക്കുക. ഇതേപോലെ സീഡ്ലെസ് വാങ്ങിച്ചു കഴിഞ്ഞാൽ കുരുവില്ലാതെ നമുക്ക് ചെറുനാരങ്ങ കിട്ടും. ഒരുപാട് വെറൈറ്റികൾ ചെറുനാരങ്ങയിലുള്ളത് കാരണം പറ്റിക്കപ്പെടാൻ പെട്ടെന്ന് എളുപ്പമാണ്. ഇങ്ങനെ പറയാൻ കാരണം ഞങ്ങൾ ആദ്യം വെച്ച ചെടിയിൽ പൂക്കാറുമില്ല, കായ് വരാറുമില്ല. അതിനുശേഷം ഞങ്ങൾ സീഡ്ലെസ് ചെറുനാരങ്ങ വാങ്ങിച്ചു വെച്ചു. പക്ഷെ അതിൽ ഇത്രയും കായ്കളുണ്ട്. ഈ ഒരു കൊലയെ നോക്കിക്കേ, ഒരു കൊലയിൽ തന്നെ 4 എണ്ണമാണ് വന്നിരിക്കുന്നത്. ഇതിന്റെ സൈസ് നോക്കൂ, നല്ല വലുപ്പമാണ് ഈ ചെറുനാരങ്ങ. ഡ്രമ്മിലാണ് ഞങ്ങൾ ഈ ചെറുനാരകം വെച്ചിരിക്കുന്നത്. ഇതിൽ നിറയെ പൂവും കായ്കളും ഉണ്ട് കേട്ടോ. ഇത് ഓൾ സീസൺ ആണ്, എല്ലാ സമയവും കായ്കളുണ്ടാവും. ചെടി വെച്ച ഉടനെ ഇതിൽ തളിര് വരാൻ തുടങ്ങി. ഇതിന് കാരണം ഞങ്ങൾ ഇതിൽ മെയിനായിട്ട് ഉപയോഗിക്കുന്നത് കരിയിലയാണ്. കരിയിലയും പിന്നെ മുമ്പ് നട്ടുവെച്ച ചെടിയുടെ പോട്ടിംഗ് മിക്സുമാണ് ഞങ്ങൾ ഇതിലിടുന്നത്. മണ്ണിട്ട പോട്ടിംഗ് മിക്സ് കട്ട പിടിക്കും, അതുകൊണ്ട് മണ്ണിടാതിരിക്കുക. നല്ലപോലെ വളമാവശ്യമുള്ള ചെടിയാണ് ചെറുനാരകം. അതുകൊണ്ട് തന്നെ കിച്ചൺ വേസ്റ്റ് ഇതിൽ ഇട്ട് കൊടുക്കാം. കരിയില പൊടിഞ്ഞ് താഴ്ന്നു പോകുമ്പോൾ വീണ്ടും കരിയില നിറയ്ക്കാവുന്നതാണ്. ആഴ്ചയിൽ ഒരു ദിവസം ഇതിൽ ഫിഷമിനോ ആസിഡ് സ്പ്രേ ചെയ്ത് കൊടുക്കുക. പിന്നെ ഇതിൽ ജൈവ സ്ലറിയും ഒഴിച്ചു കൊടുക്കുക. ജൈവ സ്ലറി എങ്ങനെയാ ഉണ്ടാക്കുക എന്ന വീഡിയോ ഞാൻ നേരത്തെ ഇട്ടിട്ടുണ്ട്, കാണാത്തവർ അതുപോയി കാണുക. ഇടയ്ക്ക് എപ്പോഴെങ്കിലും ഇല ചുരുളൽ വരാറുണ്ട്. ഇതുപോലെ ഇല ചുരുളുകയാണെങ്കിൽ ഇതിലേക്ക് വേപ്പെണ്ണ സ്പ്രേ ചെയ്ത് കൊടുക്കുക. ഇത് VFPCK വാങ്ങിച്ചതാണ്. 5 മില്ലി വേപ്പെണ്ണയും ഒരല്പം ലിക്വിഡ് സോപ്പും കൂടി 1 ലിറ്ററിന്റെ വെള്ളത്തിൽ ചേർക്കുക. എന്നിട്ട് മിക്സ് ചെയ്യുക. എന്നിട്ട് ഇതിൽ സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതിയാവും. ഇതിൽ നിങ്ങൾക്ക് കാണാം, ഇതിൽ മൊട്ടുണ്ട്, പൂവുണ്ട്, കായുണ്ട്, പിന്നെ പാകമായ കായുമുണ്ട്. അപ്പൊ ഇതിൽ നിന്ന് മനസ്സിലാക്കാം ഇത് ഓൾ സീസൺ ആണ്. സാധാരണ ഒരു നാരകം വെച്ച് കഴിഞ്ഞാൽ 5-6 വർഷം കഴിഞ്ഞാലേ പൂക്കാറുള്ളൂ. പക്ഷേ ഒരു സീഡ്ലെസ് ചെറുനാരങ്ങ വാങ്ങിച്ചു വെച്ചാൽ അത് പെട്ടെന്ന് കായ് വരും. നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക, ചെടി നടുമ്പോൾ ധാരാളം വെയിൽ കൊള്ളുന്ന സ്ഥലം തിരഞ്ഞെടുക്കുക. ടെറസിൽ കൂടുതൽ വെയിൽ കൊള്ളുന്നത് കൊണ്ട് രാവിലെയും വൈകുന്നേരവും വെള്ളം നനയ്ക്കാൻ ശ്രദ്ധിക്കുക. വിളവെടുപ്പ് കഴിഞ്ഞാൽ ചെടിയുടെ കമ്പ് പ്രൂൺ ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ ചെയ്യുമ്പോൾ അതിൽ ധാരാളം ശിഖരങ്ങൾ ഉണ്ടാവുകയും അതിൽ കൂടുതൽ പൂക്കളും കായ്കളും ഉണ്ടാവുകയും ചെയ്യുന്നു. അധികം പരിചരണമൊന്നും ഇതിന് ആവശ്യമില്ല. ഇനി നമുക്ക് ഈ ചെടിയിൽ നിന്ന് ഒരു നാരങ്ങ പറിച്ച് മുറിച്ച് നോക്കാം. ഇനി നമുക്കിതൊന്ന് മുറിച്ച് നോക്കിയാലോ. ഇതാണ് ഇതിന്റെ ഉൾവശം. ഒരു കുരുവും കൂടി ഇല്ല, നോക്കിക്കേ. എല്ലാവരും പറയും സീഡ്ലെസ് ചെറുനാരങ്ങ പിഴിഞ്ഞാൽ നീര് കിട്ടില്ല എന്ന്. നമുക്കൊന്ന് നോക്കിയാലോ. ഈസിയായി പിഴിയാനും കിട്ടുന്നുണ്ട്, വളരെ ജ്യൂസിയുമാണ്. ഒരു മുറി ചെറുനാരങ്ങയിലാണ് ഇത്രയും നീര്. വീഡിയോ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, മാക്സിമം ഷെയർ ചെയ്യുക.